പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 എക്കണോമിക്സിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിങ്ങിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഇനി പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും, ആൻസർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 20 മാർക്ക് അസൈൻമെന്റ്, 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. എഴുത്ത് പരീക്ഷയുടെ 33% 26 മാർക്കാണ് എഴുതി പാസ്സാകേണ്ടത്. എന്നാൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥി 100-ൽ 33 മാർക്ക് എഴുതി വാങ്ങേണ്ടതാണ്. കഴിഞ്ഞു പോയ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇന്ന് ഞാൻ 4 മാർക്കിന്റെ വിവിധ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ വായിക്കും. അതിന്റെ ആൻസറുകൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിൽ എവിടെയെന്ന് പറയും. അതിൽ 43ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദി 4 ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ ഏതെല്ലാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് 15ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയത്തിൽ എഴുതുന്നവർക്ക് അതിന്റെ ഗൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 166ാമത്തെ പേജിൽ കാണുന്നുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ വില ഇലാസ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി, അതൊക്കെ വിവരിച്ച് എഴുതണം. ഓക്കെ. രണ്ടാമത് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളാണ്. ഒന്നാമത് സാധനത്തിന്റെ സ്വഭാവമാണ്. അത് ആഡംബര വസ്തുവാണോ സുഖഭോഗമാണോ, അതേപോലെ തന്നെ ആവശ്യ വസ്തുവാണ്. അതിനനുസരിച്ച് ഇലാസ്തിറ്റിയാണ്. ആഡംബര വസ്തുവാണെങ്കിൽ ഉയർന്ന ഇലാസ്തികത ചോദനായിരിക്കും, ആവശ്യ വസ്തുവാണെങ്കിൽ കുറഞ്ഞതായിരിക്കും. പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചായ, കാപ്പി, അല്ലെ, ഇത്തരം പ്രതിസ്ഥാപന വസ്തുക്കളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇലാസ്തികതമല്ലാതായിരിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നത് ഇത് 43 44ാമത്തെ ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ദി ലോ ഓഫ് സപ്ലൈസ് ആണ്. ലോ ഓഫ് സപ്ലൈയുടെ അസംഷൻസ് എന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് സപ്ലൈയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലാണ്. ഏകദേശം നമുക്ക് 19ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് സപ്ലൈ വരുന്നത്, പ്രധാനം എന്ന് പറയുന്നത്. അതിന്റെ സങ്കല്പങ്ങൾ ഏതാണെന്നുള്ളത് ഗൈഡിൽ കാണുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഗൈഡിൽ 19ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതിലുള്ള സങ്കല്പം ഒന്ന്, ഉൽപാദന രീതിയിലും ഉൽപാദന യൂണിറ്റിന്റെ സംഘടനയിലും മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ, ഉൽപാദന ഘടകങ്ങളുടെ വിലയിൽ മാറ്റമില്ല. 3, ഉൽപാദന യൂണിറ്റ് അതിന്റെ ഉൽപാദന ശേഷി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ 3 സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എഴുതണം. ഇനി അടുത്ത ചോദ്യം നമുക്ക് 44ാമത്തെ ചോദ്യമാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ല, 44 തന്നെയാണ് നമ്മൾ വായിച്ചത്. അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. എക്സ്പ്ലെയിൻ ദി ലോ സപ്ലൈ ആണ്. അണ്ടർ ദി ഹെഡിങ് ഓഫ് സ്റ്റേറ്റ് ലോ ഷെഡ്യൂൾ ഗ്രാഫ് പ്രസന്റേഷൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഗ്രാഫ് ആണ്. ലോ ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഈ പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഒരു ഉദാഹരണ സഹിതം നമ്മൾ പറയുന്നുണ്ട്. സപ്ലൈ നിയമം, ഇപ്പോൾ ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ വില കുറയാണ്. വില കുറയുമ്പോൾ നമുക്ക് സപ്ലൈ അവിടെ കുറയാണ്. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. ആപ്പിളിന്റെ വില കൂടുകയാണെങ്കിൽ സപ്ലൈ കൂടും. അപ്പൊ അതിന്റെ ഗ്രാഫ് നോക്കിക്കാണ്. വിലയിലുള്ള മാറ്റത്തിനനുസരിച്ച് സപ്ലൈയിൽ മാറ്റം കണ്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു അപ്വേർഡ് കർവായിട്ടാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണും, ഗൈഡിൽ 197ാമത്തെ പേജിലും കാണുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 45ാമത്തെ ചോദ്യം നോക്കാം. അതിലുള്ള ചോദ്യം നോക്കാം. അണ്ടർ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എ ഫേം ഈസ് എ പ്രൈസ് ടേക്കർ. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ഫേം എന്ന് പറയുന്ന ഒരു പ്രൈസ് ടേക്കറാണ്, ഒരു പ്രൈസ് മേക്കർ അല്ല എന്നുള്ളതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. വിത്ത് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ആ ഡയഗ്രാം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. ഓക്കെ, അത് ഏകദേശം നമുക്ക് അതിന്റെ ചാപ്റ്റർ വരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് 220ാമത്തെ പേജിൽ ഗൈഡിൽ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ 220ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഗ്രാഫായിട്ട് വരുന്നത്. ഉണ്ടോ? ഓക്കെ, പ്രൈസ്, ഡിമാൻഡ്, അതേപോലെ തന്നെ സപ്ലൈ കൂടുന്നു, അപ്പൊ ഡിമാൻഡ് കുറയുന്നു. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ്. പ്രൈസും ഡിമാൻഡ് സപ്ലൈ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു ഗ്രാഫ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ,
ഒരു സൈഡിലെ താഴെ ഔട്ട്പുട്ട് പിന്നെ റവന്യൂ രണ്ടും ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. AR = MR പ്രൈസ്. ഓക്കെ, ഈ രണ്ട് ഗ്രാഫാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സജസ്റ്റഡ് ടു മോണിറ്ററി ആൻഡ് ടു ഫിസിക്കൽ പോളിസീസ് കൺട്രോൾ ദി ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണ്. ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്നാണ് നാണയപ്പെരുപ്പമായിട്ടുള്ള സാഹചര്യത്തിൽ അതിനെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ട രണ്ട് മോണിറ്ററി ആൻഡ് രണ്ട് ഫിസിക്കൽ പോളിസീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ആൻസർ ഞാൻ വായിക്കാവുന്നതാണ്. അതിൽ ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റ് പോളിസിയാണ് വരുന്നത്. മോണിറ്ററി പോളിസിയിൽ വരുന്നത് ബാങ്ക് റേറ്റ് പോളിസി ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ത്രോ ദി ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിലൂടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ചെയ്യുക. CRR ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ ആണ് ഇൻക്രീസ്, SLR ഇൻക്രീസ് ചെയ്യുക. അതേപോലെ ഫിസിക്കൽ മെഷർ ആയിട്ട് വരുന്നത് ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ് പോളിസി, ടാക്സ് റേറ്റ് കൂട്ടുക. റിഡക്ഷൻ ഇൻ പബ്ലിക് റിഡക്ഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ പബ്ലിക് ബോറോ ഇൻക്രീസ് ചെയ്യുക. ഡിക്രീസ് ചെയ്യുക ഇഷ്യൂയിങ് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.